നിങ്ങൾ ഈ VHPയും മറ്റാരെങ്കിലും ഒക്കെ പർവ്വതീകരിച്ച് വളർത്താൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഹിന്ദു മത നിന്ദയൊന്നും ഈ കേരളത്തിലില്ല. ചോറ് തിന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല. ഇത് ഒറ്റപ്പെട്ട എന്തെങ്കിലും ചില സംഭവങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് വക്രീകരിച്ചും തിരിച്ചും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. കേരളത്തിലെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഇടയിൽ എല്ലാ ദിവസവും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു തരാം. ഇന്ന് ഗണഗീതത്തെ വളരെ മോശമാക്കിക്കൊണ്ട് ഒരു അതിനെ അപഹസിച്ച് പറയാൻ പറ്റില്ല, ഈ വേദിയിലൊന്നും പറയാൻ പറ്റില്ല. ആ രീതിയിൽ അശ്ലീലം കുത്തി നിറച്ചുകൊണ്ട് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. സമയമായി. സംഘം വേറെ, ഹൈന്ദവത വേറെ, പോപ്പുലർ ഫ്രണ്ട് വേറെ, ഇസ്ലാമിസം വേറെ. ഈ പ്രായത്തിൽ നിങ്ങൾ ഈ ഇസ്ലാമിസത്തെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒന്നാക്കാൻ ശ്രമിക്കേണ്ട. സംഘപരിവാറിനെയും ഹിന്ദു മതത്തെയും ഒന്നായി കാണാനും കാട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതാണോ സാറ് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? രണഗീതവും മറ്റെന്തോ ഒക്കെ RSSന്റെ ഗാനമാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അതെ, തന്റെ ഇടപെടലും തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. ഞാൻ ഒന്ന് പറയുന്നു, വിശ്വാസിയായ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഒരു ഹൈന്ദവ ദർശനത്തെയും അപമാനിക്കില്ല. അവൻ ആ മതത്തിൽ നിന്ന് പുറത്തു പോകും, അവന് നിശ്ചിത്വമാണ്. എന്ന് മാത്രമല്ല, എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും, നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുന്നില്ല, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചാൽ മതി, മറ്റുള്ളതിനെ നിങ്ങൾ നിന്ദിക്കരുതെന്ന് പറയുന്ന ഒരു സമൂഹമാണ്. പിന്നെ അനിൽ വളയിൽ സാറ് പറയുന്നത് പോലെ നിങ്ങൾ ഈ 100 കൊല്ലം കൊണ്ട് ഇത് പറഞ്ഞിട്ടും കേരളത്തിൽ ഹിന്ദുക്കൾ ആരും ഏറ്റെടുത്തിട്ടില്ലല്ലോ. ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞോ, അല്ലാണ്ട് കരയരുത്. ഏറ്റവും കൂടുതൽ അനിൽ വളയിൽ സാറ് തന്നെ പരിതപിക്കുന്നുണ്ട്, ഇവന്മാര് കുറെ ആളുകൾ ഇങ്ങനെ കിടന്ന് ചലയ്ക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നിടത്ത് കാര്യം എത്തിയില്ലയോ? കാരണം UPയിലെ രാജസ്ഥാനിലെ ഹിന്ദുക്കളല്ല കേരളത്തിലെ ഹിന്ദുക്കള്. അവര് ചലച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നവരോട് അങ്ങനെ പറയൂ. കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവരാ, പുലിയുടെ വായിലേക്കാണ് ഞാൻ ഓടിക്കറിയത്. കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവരാ, അവര് മലമൂത്ര വിസർജനത്തിന് ബാത്റൂം സൗകര്യമുള്ളവരാ, റെയിൽ പാളത്തിൽ പോകുന്നവരല്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമൊന്നും അല്ല കേട്ടോ. വിവരവും വിദ്യാഭ്യാസം ഉണ്ടാവണം. ഇതൊക്കെ ആർക്കും നിങ്ങൾ ഈ പറയുന്ന ഹൈന്ദവ നിന്ദ ഏത് ഹൈന്ദവ സംഘടന ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്? ഇവിടുത്തെ ഹൈന്ദവരെ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്ന NSS ഇതിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. SNDP പറയുന്നുണ്ടോ? KPMS പറയുന്നുണ്ടോ? എന്തിന് യോഗ മഹാസഭ ഉത്തരവാദിത്തപ്പെട്ട ബ്രാഹ്മണ സഭയാ, ഞാൻ അവരെ അവര് പറഞ്ഞിട്ടുണ്ടോ? പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി, നമ്മൾ പെട്ടളി. അതൊക്കെ ഉത്തരവാദിത്തമുള്ള വിവരമുള്ള സംഘടനകളാണ്. ഇത് VHP പോലെ ആളില്ലാത്ത ആരെങ്കിലും പറഞ്ഞത് ഇപ്പൊ മുസ്ലിം സമുദായം ഇവിടെ പീഡിപ്പിക്കുന്നു എന്ന് പോപ്പുലർ ഫ്രണ്ട് ലോകം മൊത്തം പറഞ്ഞോളൂ. ഏത് മുസ്ലിം അതിനെയൊക്കെ ഗവനിക്കുന്നേ? മുസ്ലിമിനും ഹിന്ദുവിനും ഒക്കെ വളരെ മാന്യമായിട്ട് ഈ ലോകത്ത് സൂര്യകോളത്തിന് താഴെ ഒരു പരിധി വരെ ജീവിക്കാൻ പറ്റിയ പ്രാപ്തമായ മനോഹരമായ ഒരു ഭൂമി നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ കേരളമാണ്. ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. ആ കേരളത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് ഏതെങ്കിലും കാണിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിങ്ങോട്ട് എഴുതിക്കൊണ്ടുവന്നിട്ട് പർവ്വതീകരിച്ചിട്ട് ഹിന്ദു അപകടത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാലും മുസ്ലിം അപകടത്തിൽ നിന്ന് മറ്റൊരു പറഞ്ഞാലും ഇത് രണ്ടും തെറ്റാണ്. ഇതിന് രണ്ടിനെയും മലയാളി ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഇതൊന്നും അധികകാലം പോവില്ല. ഈ മെയ് 4-ാം തീയതിയോടുകൂടി നിങ്ങളുടെ ഇതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വരാൻ പോവുക. നിങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടൊന്നും ഭൂരിപക്ഷ സമുദായം ഇത് ഏറ്റെടുത്തിട്ടില്ല. അനിൽ വളയിൽ സാറേ, നിങ്ങളുടെയും എന്റെയും കാലമല്ല, വിരൽ തുമ്പുകൊണ്ട് ലോകത്തെ കാണാൻ സാധിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ? നിങ്ങളുടെ ജനം TVയിലടക്കം ഇരിക്കുന്ന യുവാക്കൾ, അങ്ങനെ യുവതികള്, അവർക്കൊക്കെ അറിയാം ഇതിലൊന്നും ഈ പറയപ്പെടുന്ന മതവും ജാതിയും. നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ശ്രീകൃഷ്ണനെ ബിരിയാണി തീറ്റിച്ചത്, മുഹമ്മദ് നബിയെ പന്നിയിറച്ചി തീറ്റിച്ച ഒരു പോസ്റ്റ് വന്നാലൊന്നും തകർന്നു പോകുന്നതല്ല ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യം, മുഹമ്മദ് നബിയുടെ മാഹാത്മ്യം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ രാജകുമാരന്മാരായി വിരാജിക്കുന്ന മുഹമ്മദ് നബിയും ശ്രീകൃഷ്ണനും ശ്രീരാമചന്ദ്രന്റെ ഒന്നും കുത്തക നിങ്ങളും ഏറ്റെടുക്കണ്ട, മറ്റ് പോപ്പുലർ ഫ്രണ്ടും ഏറ്റെടുക്കണ്ട. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ അധിക്ഷേപിച്ചതിന് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്താ പ്രതികരിക്കാതിരുന്നത്? മാരക കേസ് കിട്ടാണല്ലോ.
ഇപ്പൊ താങ്കൾ എന്താ പറഞ്ഞത്? ഇപ്പൊ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ, അവഹേളനങ്ങളൊക്കെ ഒഴിവാക്കുക, അതുകൊണ്ട് ശ്രീകൃഷ്ണനൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊന്നും സംഭവിക്കുന്നില്ല, ഹൈന്ദവികതയ്ക്കൊന്നും സംഭവിക്കുന്നില്ല, ഹിന്ദുത്വത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ വിചാരിച്ച പോരായിരുന്നോ? എന്തിന്? ഞാൻ ഈ കഴിഞ്ഞ ഒരു ഡിബേറ്റിൽ നിങ്ങൾ കൊണ്ടിരുത്തുന്ന ഒരാളുണ്ട്, ഒരു മുസ്ലിം പേരുകാരൻ. ഞാൻ ചലഞ്ച് ചെയ്തിട്ട് അയാൾ കളം വിട്ടോടിയതാ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സംഘടന അത് നെറികെട്ട പ്രവർത്തനം അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന്, പോപ്പുലർ ഫ്രണ്ട് ഒഴികെ. എന്തിന്? ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയാണ് ആ അധ്യാപകന് അടിയന്തരമായിട്ട് ബ്ലഡ് കൊണ്ട് കൊടുത്ത. VHP അല്ല, കാസയല്ല. എതിർഭാഗത്തിന്റെ നട്ടലല്ലേ തകർത്തേ? അതാണ് ഇസ്ലാമിസം എന്ന് പറയുന്നത്. ഞാൻ ജമാഅത്തിലെ വക്കാലത്തെ ഏറ്റെടുത്ത് പറയുകയല്ല, അവര് പോലും അതിനെ എതിർത്തു. കാരണം അത് മുസ്ലിം സമുദായത്തെ വികൃതമാക്കുവാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഏറ്റെടുത്ത ഒരു അജണ്ടയാണ്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ജിഫ്രി തങ്ങൾ, ആശയപരമായിട്ട് നമുക്ക് അവരോട്, നിങ്ങൾക്കും അവരോട് വിയോജിപ്പുണ്ടാകാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെയും തീവ്രവാദത്തെയും എതിർത്തതുപോലെ VHP എതിർത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു തരൂ. അത് ഉത്തരം പറ. അത് നിങ്ങൾ കേൾക്കുന്ന ഇനി ആ ബാബമാരാ. ഞാൻ കൃത്യമായി പറയുന്നു, BJPയും RSSും VHPയും ഏത് വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്നോ ആ സമയത്ത് അവരുടെ രക്ഷയ്ക്കെത്തുന്ന സംഘമാണ് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ സംഘടിച്ചിട്ടുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ. എന്തിനാണ് ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ മണിമണി പോലെ തുറന്നു പറയണത്? ഒരു സുഖം. ആ ഗ്രൂപ്പുകളെ കേരളത്തിലെ പക്വതയുള്ള മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ പലപ്പോഴും മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാൻ കൊണ്ടുവരുന്നത് IS. ഈ ISSന്റെ ഏറ്റവും വലിയ ഇരകൾ ലോകത്തെ മുസ്ലിങ്ങളാണ്. മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ച സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള GCC രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളും കൊടുത്തിട്ടുള്ള ഈ ISSനെതിരായിട്ട് നടത്തിയിട്ടുള്ള സമരത്തിന്റെ, പോരാട്ടത്തിന്റെ 10,000-ലൊന്ന് ഇവിടെ BJPക്കാരൻ നടത്തിയിട്ടുണ്ട്. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. BJP നടത്തിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യം നടത്തിയിട്ടുണ്ടോ? അവർക്ക് ഇതിന്റെ ഇരകളാണ്. VHPയെ സംബന്ധിച്ച് കേരളത്തെ പോലെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡെയിലി പറയണം. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇപ്പൊ ഇന്ന് കുന്നംകുളത്ത് നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അനിൽ മണയിൽ സാറിനോട് ഞാൻ പറയുന്നു, ഒരു പുണ്യമായ ക്ഷേത്രത്തിന് മുമ്പിൽ പർദ്ദ ധരിച്ച ഒരു പെണ്ണ് മാലിന്യാവശിഷ്ടങ്ങൾ, ഏത് മാംസത്തിന്റെ മാലിന്യാവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളി. നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. കേരളം കത്തില്ലേ? പോലീസ് ഉണർന്നു, ഹിന്ദുമത വിശ്വാസികൾ ഉണർന്നു, നാട്ടുകാർ ഉണർന്നു. ആ സ്ത്രീയെ പിടിച്ചു. ആരായിരുന്നു? രാഹുൽ എന്ന് പറയുന്ന RSSകാരൻ. അല്ല സാറേ, അതോമാർക്ക് വെള്ളത്തിന്റെ പുറത്തറിയാണ്ട് പറ്റിയതാണ്. അപ്പൊ കേരളത്തിൽ കുറെ കാലമായി ഇങ്ങനെ പർവ്വതീകരിച്ചും വക്രീകരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും നാടകങ്ങൾ നടത്തിയും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ VHPയും ബജരംഗദളും ഒക്കെ 10 ആളെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ പടച്ചുവിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തെ പോലെയുള്ള ഒരു പുണ്യഭൂമി, അക്ഷര സമ്പന്ന നവോത്ഥാന ഭൂമിയിൽ അത് എത്ര കണ്ട് വിലപ്പോകുമെന്ന് താങ്കൾ അടക്കമുള്ളവർ ഒന്ന് പുനർവിചിന്തനം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി, എന്നിട്ടും തനിക്ക് മനസ്സിലായിട്ടില്ല. കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ബംഗാളും തമിഴ്നാടും കേരളവും നൽകുന്നത് നിങ്ങൾ ഈ നടത്തുന്ന കുൽസിത ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയായിരിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. കേരളം ഭയക്കാതിരുന്ന, എന്നാൽ ഭയക്കേണ്ട ഏറ്റവും വലിയ വിഷസർപ്പം ഞാൻ തന്നെയാണ്.